അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എല്ലാ വേദിയിൽ പോയാലും ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ കഥയാണ്. ഞാൻ എത്ര പറഞ്ഞാലും മടുക്കാത്തൊരു സംഭവമാണ് എന്റെ കഥ എന്ന് പറയുന്നത്. കാരണം എന്റെ കഥ കേട്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്കോ എന്തെങ്കിലും തരത്തിലൊരു ചെറിയ ഇൻസ്പിറേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് അത്രയും സന്തോഷം എന്നുള്ള രീതിക്കാണ് ഞാൻ എന്റെ സ്റ്റോറി പറയാനുള്ളത്. അപ്പൊ ഞാൻ ഈ കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നു, നിങ്ങളേറ്റൊക്കെ സംവദിക്കുന്നു, നിങ്ങളേറ്റ് സംസാരിക്കാൻ ഇവിടെ എത്തുന്നു. കുറച്ചു മുന്നേ നിങ്ങളൊക്കെ എന്നെ കണ്ടു പരിചയം ഉണ്ടാവുക മിക്കവാറും ഒരു വീഡിയോയിലായിരിക്കും. ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് കറങ്ങിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. തട്ടമിട്ട പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് പെൺമക്കൾക്ക് കാണിച്ചു കൊടുക്കൂ, നിങ്ങളുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പോ അതിൽ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സ്റ്റുഡൻസിനോടായിരുന്നു. അതിൽ കംപ്ലീറ്റ്ലി ഇപ്പോഴത്തെ ജനറേഷനിലെ സ്റ്റുഡൻസ് എങ്ങനെയാവണം, എങ്ങനെ നേർവഴിയിലേക്ക് പോകാൻ പറ്റും, ഡ്രഗ്സ് എന്നുള്ള സംഭവങ്ങളിലൊക്കെ എങ്ങനെ പിന്നോട്ടടിക്കാൻ പറ്റും എന്നുള്ള തരത്തിലൊരു ചെറിയ ടോക്കായിരുന്നു ആ യൂട്യൂബ് വീഡിയോയിലും അതുപോലെ തന്നെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കറങ്ങിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഞാൻ ഈ നിലയിൽ നിന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. ഞാൻ ഇങ്ങനെ വേദിയിൽ നിന്ന് സംസാരിക്കുന്നു, ഒരുപാട് ഓഡിയൻസിനെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ രീതിയിൽ വളർത്തിയ മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കൾ എങ്ങനെയാണ് എന്നെ വളർത്തിയത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളോടും പറയാൻ പോകുന്നത്. കാരണം ആ വീഡിയോ കറങ്ങിയ സമയത്ത് അതിൽ ഞാൻ തന്നെ ആ വീഡിയോയിൽ തന്നെ ഞാൻ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം, മാതാപിതാക്കൾ ഒരു മക്കളെ വളർത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയായിരിക്കണം, ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ തിരുത്തണം എന്നത് മാത്രം കട്ട് ചെയ്തുകൊണ്ടായിരുന്നു ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമായി പോയിട്ടോ. കാരണം ഞാൻ 2 ഭാഗം പറയുന്നുണ്ട്, പക്ഷെ അതിൽ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോയിൽ വൈറലാക്കി എന്നുള്ളത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി. കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ന നിലക്ക് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ എന്റെ കഥ വെച്ച് തുടങ്ങാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവർക്ക് വേണ്ടി പറയാണ്. ഞാൻ എന്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് സംസാരിക്കുക അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യുക, ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഒരു ഇൻസ്പിറേഷൻ ആകുക, കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള തരത്തിലേക്ക് എത്തുന്നത് ഞാൻ എന്റെ ഈ സ്വപ്നം, നമ്മൾ എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്വപ്നം കാണാൻ ആദ്യം പഠിക്കണം. അങ്ങനെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എല്ലാ ക്ലാസ്സിലും ടീച്ചേഴ്സ് വന്ന് ചോദിക്കും എന്താണ് ആഗ്രഹം എന്നുള്ള തരത്തില്. എന്റെ ടീച്ചറും എന്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നേ ഒരു പെൺകുട്ടി പ്രസംഗ പീഠത്തിൽ സംസാരിക്കുന്നതായിട്ടായിരുന്നു. അവിടെ നിന്നാണ് എന്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ സംസാരിക്കണ ഒരു രീതിയിലേക്ക് ഞാൻ എത്തുന്നത്. അവിടെ നിന്നാണ് എന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ അന്ന് പിന്നെ സ്കൂളിൽ നിന്ന് ഓരോ ചാൻസസ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഓരോ വേദി കിട്ടി എനിക്ക് സംസാരം ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായി. അപ്പൊ ഇതിനു വേണ്ടി എന്നെ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട്. കാരണം ഏതൊരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. രക്ഷിതാക്കളുടെ ബാധ്യത അത് തന്നെയാണ്. മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് അവർക്ക് വേണ്ടി നൽകണം. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്, മക്കൾക്ക് ചിലപ്പോൾ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഭയങ്കരമായിട്ടുള്ള ഇപ്പൊ ഒരു ഡോക്ടർ ആവാൻ തീരെ താല്പര്യമില്ലാത്ത കുട്ടിക്ക് തന്നെ ചിലപ്പോൾ എഞ്ചിനീയർ ആവാനോ അല്ലെങ്കിൽ ടീച്ചർ ആവാനോ ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ഉന്തി പറഞ്ഞേക്കും നീ ഡോക്ടർ ആയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഡോക്ടർ ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യും, മക്കളിൽ അടിച്ചേൽപ്പിക്കും. നീ ഡോക്ടർ ആയേ തീരൂ എന്നുള്ള തലക്ക്. അതൊന്ന് മാറ്റി പിടിച്ചിട്ട് മക്കളെടുത്ത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം, നിങ്ങളുടെ ഡ്രീം എന്താണ്, നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഞാൻ എന്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ 2ാം ക്ലാസ് മുതൽ സംസാരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വേദികൾ ചാൻസസ് കിട്ടി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എന്റെ ഒരു വളർച്ച വരുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് എന്റെ ഉപ്പ ഒരു ഫോൺ വാങ്ങിച്ചു തന്നപ്പോ എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഫോണ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആളുകൾക്ക് നല്ല രീതിയിലുള്ള മെസ്സേജസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നൽകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ആ ഫോണ് കിട്ടിയ സമയത്ത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെറിയ വീഡിയോസ് ഇടാൻ തുടങ്ങി. ആ വീഡിയോസിലൂടെയാണ് ഇപ്പൊ കാണുന്ന മിൻഹ ഇങ്ങനെയായി തീർന്നിട്ടുള്ളത്. അപ്പൊ ഇതായിരുന്നു എന്റെ ഒരു ചെറിയ, ഞാൻ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ചെറിയൊരു സംഭവം.
ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോ ഞാന് ഒരു സ്റ്റുഡന്റ് എന്ന നിലക്ക്, ഞാൻ ഇപ്പൊ +1 വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞാനൊരു 10th അല്ലെങ്കിൽ ഒരു 8th പഠിക്കുന്ന സമയത്ത് പോലും എന്റെ മാതാപിതാക്കള് എനിക്ക് ഓരോ വേദികൾ ഒരുക്കി തരുമായിരുന്നു. പഠനത്തിൽ മാത്രമല്ല, എന്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, പഠനത്തിൽ മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ മതി. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പഠനം വേണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മക്കളുടെ ഉള്ളിൽ ഓരോ കഴിവുകൾ ഉണ്ടാകും. ആ കഴിവുകൾക്ക് വേണ്ട സപ്പോർട്ട്. കാരണം ഇനിയുള്ള ലോകം ഞാൻ പറയട്ടെ, ഇനിയുള്ള ജനറേഷൻ എന്ന് പറയുന്നത് ടെക്നോളജി കൊണ്ട് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടെക്നോളജികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മക്കളെടുത്തൊക്കെ പറയും ഫോൺ ഒഴിവാക്ക്, ഫോൺ എടുക്കല്ലേ എന്നൊക്കെ പറയും. ഇപ്പത്തെ കുഞ്ഞു മക്കളെ നോക്കിയാൽ മതി, ചെറിയ മക്കളെ നോക്കിയാൽ മതി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ 2 or 3 വയസ്സായ കുട്ടിക്ക് പോലും യൂട്യൂബ് എടുക്കാനും ഇൻസ്റ്റഗ്രാം എടുക്കാനും വാട്സപ്പ് എടുക്കാനൊക്കെ അറിയുന്നുണ്ടാകും. നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. ഈ പുതിയ ജനറേഷനിലെ ഉമ്മമാരൊക്കെ ചിലപ്പോൾ പറയും ഞാൻ എന്റെ മോൾക്ക് ഫോണേ കൊടുക്കൂല, അല്ലെങ്കിൽ ഞാൻ എന്റെ മോൾക്ക് ഫോണേ കൊടുക്കൂല എന്നൊക്കെ പറയും. മക്കളൊക്കെ ജനിച്ചു വീണ സമയത്ത് ഞാൻ ഇപ്പോഴത്തെ എന്റെ കണ്ണിൽ എക്സ്പീരിയൻസ് ചെയ്താട്ടോ. ഇപ്പോഴത്തെ ജനറേഷൻ, അതായത് ഈ ഒരു ജനറേഷനിലെ മദേഴ്സ്, ഇപ്പോഴത്തെ ഉമ്മമാരൊക്കെ കുട്ടികളെ കിട്ടിയാൽ പറയും ഞാൻ എന്റെ മോളെ ഫോണില്ലാതെ, ഞാൻ എന്റെ മോനെ ഫോണില്ലാതെ വളർത്തു എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് സത്യപ്രതിജ്ഞ പോലെ എടുക്കും. പക്ഷെ ആ കുട്ടിക്ക് ഒരു 2-3 വയസ്സായ ആ കുട്ടി തന്നെ താനേ ഫോൺ എടുത്ത് തുടങ്ങും. കാരണം എന്താ? കാരണം ആ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഉമ്മ ഫോൺ കളിക്കുന്നു, ഉപ്പ ഫോൺ കളിക്കുന്നു, ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഫോൺ കളിക്കുന്നു. നമ്മുടെ ഒരു ഫോണിന്റെ യുഗത്തിലാണ്. ഈ യുഗത്തില് മക്കളോട് ഫോൺ എടുക്കരുത് അല്ലെങ്കിൽ ഫോൺ നോക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കൂല. അതങ്ങനെയാണ്. കാരണം ഇനിയൊക്കെ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇനി ഫോണല്ല, ഇനി തന്നെ അപ്പുറമുള്ള ഒരു ടെക്നോളജിയാണ് ഇനിയുള്ള ജനറേഷന് വരുന്നത്. ആ സമയത്ത് നമ്മൾ പോയിട്ട് ഫോൺ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ നടക്കൂല. ഞാൻ ഇപ്പോഴത്തെ കണ്ടൊരു ചെറിയ ഇന്റർവ്യൂ ഉണ്ട്, ഒരു സിനിമാ നടന്റെ ഇന്റർവ്യൂ ആണ്. ഒരു പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടന്റെ ഇന്റർവ്യൂ ഉണ്ട്. അതിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട് എന്റെ മകൾക്ക്, അതായത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന വലിയൊരു നടനാണ്, എന്റെ മകൾക്ക് ഞാനൊരു നടനാണെന്നുള്ള കാര്യം അറിയൂല എന്ന് പറഞ്ഞു. അതായത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നല്ല അറിയപ്പെട്ട നടനാണ്. ആ നടന്റെ മകൾക്ക് ആ നടൻ ഒരു അല്ലെങ്കിൽ അവളുടെ അച്ഛൻ ഒരു നടനാന്നുള്ള സംഭവം അറിയൂല. അപ്പോ ഇന്റർവ്യൂ ചോദിച്ചു അതെന്താ അങ്ങനെ അറിയാത്തെന്ന് ചോദിച്ചു. കാരണം ഞാൻ എന്റെ മകൾക്ക് ഫിലിമോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അധികം യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല, ഒരു ലിമിറ്റ് വെച്ച് കൊടുക്കാറുണ്ട്. ആ കുട്ടിക്ക് ഇപ്പൊ 8 വയസ്സാ. ആ കുട്ടിക്ക് 8 വയസ്സാണ്. ആ കുട്ടി ഒരു പുസ്തകം ഇപ്പോഴത്തെ ഇറക്കി, പോയട്രിക്ക്, അതായത് കവിതകൾ എഴുതുന്ന ഒരു പുസ്തകം ഇറക്കി. നമ്മുടെ മക്കൾക്കൊക്കെ പൃഥ്വിരാജ് ആരാന്ന് അറിയുന്നുണ്ടാകും. പൃഥ്വിരാജ് വലിയ നടനാണ്, പൃഥ്വിരാജ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. മക്കളൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ സിനിമകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പൃഥ്വിരാജിന്റെ മകൾക്ക് പോലും പൃഥ്വിരാജിന്റെ നടനാന്ന് അറിയുന്നത് 8ാം വയസ്സിലാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ പറയും നിന്റെ അച്ഛനൊരു നടനല്ലേ, നിന്റെ അച്ഛനൊരു നടനല്ലെന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്റെ അച്ഛൻ നടനോ, എന്റെ അച്ഛൻ എത്ര അറിയപ്പെട്ട വ്യക്തിയാണോ എന്ന് പോലും ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും എങ്ങനെയാണ് മക്കളെ വളർത്തുന്നത് എന്നതാണ് നിങ്ങൾ ഭാവിയിൽ പോകുന്ന മക്കളെ കാണുന്നത്. ഇപ്പോ മുസ്ലിം ടച്ചിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കോമൺലി എല്ലാ റിലീജിയനും ബഹുമാനിച്ചോടനെ സംസാരിക്കുന്നത്. മുസ്ലിം ടച്ചിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ നിസ്കരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മക്കള് നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചീത്ത പറയാറുണ്ട്. നീ അത് ചെയ്തില്ലല്ലോ, നീ ചെയ്തില്ലല്ലോ. തട്ട് വിട്ടില്ലെങ്കിൽ ചീത്ത പറയാറുണ്ട്. തട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോ തട്ടിടാൻ പറയുന്നത് എപ്പോഴായിരിക്കും അറിയും. ഞാൻ മിക്ക പാരന്റ്സ് അടുത്ത് കണ്ടിട്ടുള്ളത് തട്ടിടാൻ പറയുന്നത് ചിലപ്പോൾ 10th കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ തട്ടിടണ്ടെന്ന് പറയും. അതുവരെ ആ ചെറിയ കുട്ടിയല്ലേ, തട്ടൊന്നും ഇടണ്ട എന്നുള്ള തരത്തിൽ ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഒരു +2 അല്ലെങ്കിൽ 10th കഴിഞ്ഞാല് മോള് തട്ടിടുന്നില്ല. ഇപ്പോഴത്തെ എന്റെ ഒരു പാരന്റ് അടുത്ത് പറഞ്ഞു മിൻഹ മോള് തട്ടൊന്നിടില്ല, മോള് നിസ്കരിക്കണില്ല, മോളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, മോള് എന്താ പറഞ്ഞിട്ട് അനുസരിക്കണില്ല, എന്താ ഞാൻ ചെയ്യേണ്ടിന്ന് ചോദിച്ചു. അടുത്തേക്ക് ഞാൻ ഉമ്മയടുത്ത് ചോദിച്ചൊരു സംഭവമുണ്ട്, നിങ്ങൾ എപ്പോഴാണ് മകളോട് തട്ടിടാനും നിസ്കരിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമ്മ പറഞ്ഞു ഞാനതിപ്പോ ഇങ്ങനെ 10th ഒക്കെ ആയ സമയത്ത് അവൾക്കൊരു 16-17 വയസ്സായപ്പോഴേ പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ അവള് ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടിയല്ലേ ഉമ്മമാരെ. റിലീജിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് പോലും നമ്മൾ തുടങ്ങേണ്ട ഒരു സമയമുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്നു, ഞാൻ എന്റെ റിലീജിയൻ മുറുകെ പിടിക്കുന്ന കാരണം എന്റെ മാതാപിതാക്കള് എന്നെ ചെറുപ്പം മുതൽ ഇങ്ങനെ വളർത്തിയത് കൊണ്ട് മാത്രമാണ്.
ഇവിടെയൊക്കെ കാണുന്നത് നമ്മളെ രക്ഷിതാക്കള് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലാണ് മക്കള് വലുതായിട്ട് കാണുന്നത്. മക്കൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ പണ്ട് എന്റെ മകളോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ മകനോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാരണമാണോ ഇതുണ്ടായത്, ഒന്ന് നോക്കിയാൽ മതി. ഈ ചെറിയ കുട്ടികളെ പ്രത്യേകത എന്താന്ന് പറയോ? അവരൊരു TV പോലെയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഒരു TV ആണ്, അല്ലെങ്കിൽ ഒരു ക്യാമറയാണ് അവര്. എല്ലാ കാര്യങ്ങളും, ഒരു കുട്ടി വയറ്റിലിരിക്കുന്ന സമയത്ത് പോലും ആ കുട്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അറിയുന്നുണ്ട്. സൈക്കോളജിക്കലി പറയുന്നതാണത്. ഇപ്പൊ എന്റെ ഒരു സ്റ്റോറി പറയാനുണ്ടെങ്കിൽ, എന്റെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ ഉമ്മക്ക് ഞാൻ പ്രഗ്നൻസി ടൈമില്, ഞാൻ ഉമ്മയുടെ പ്രഗ്നൻസി ടൈമില് എന്താ പറയാ, ഉമ്മ ആ സമയത്ത് ഒരുപാട് സ്പീച്ചസ് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രസംഗങ്ങള്, ഒരുപാട് സ്പീച്ചസ് ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി റെസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ആ സ്പീച്ചസ് കേട്ടത് എന്തിനാന്നുള്ളത് ഞാൻ ഇപ്പോഴത്തെ ഒരു സൈക്കോളജി ക്ലാസ്സിൽ പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ കേൾക്കുന്ന സംഭവം പോലും ആ കുട്ടികൾ ഗ്രാസിപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ചെറിയ കുഞ്ഞ്, ഒരു കുട്ടി ജനിച്ച് ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്ന മുതൽ ആ കുട്ടി ഒരു ക്യാമറയാണ്. ഈ ലോകം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ആ കുട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി, എന്തെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണോ ഇങ്ങനെ ആക്കിയത്, ഞാൻ കാരണമാണോ കുട്ടി ഇങ്ങനെ ആയത് എന്നുള്ളൊരു ചെറിയ തോട്ട് മനസ്സിൽ കൊടുത്താൽ മതി. മക്കളുടെ അടുത്ത് ചോദിക്കുക, എന്നൊന്ന് പോയിട്ട് ചോദിക്കുക. ഇപ്പൊ നിങ്ങൾക്കൊരു 17, 15 എന്നുള്ള വയസ്സിലുള്ള മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക, എന്താണ് മോനെ അല്ലെങ്കിൽ എന്താണ് മോളെ നിന്റെ ആഗ്രഹം, വലുതായിട്ട് എന്താവാനാണ് ആഗ്രഹം, ഒന്ന് ചോദിക്കാം. ആ സമയത്ത് അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് നൽകുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്, വേറെ ഒന്നുമില്ല. അതാണ് രക്ഷിതാക്കളുടെ ബാധ്യത. ആ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ആ മക്കൾക്ക് വേണ്ട സപ്പോർട്ടുകൾ നൽകുക എന്നുള്ളതാണ്. ജീവിതത്തിൽ കൊണ്ടുവരേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത സംഭവങ്ങളാണ്. നമ്മൾ പലപ്പോഴും ദേഷ്യം, വിദ്വേഷം, പക, അങ്ങനെ ഒരുപാട് അസൂയ, കുശുമ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇല്ല എന്നൊക്കെ പുറത്തേക്ക് പറയും, ഞാൻ ദേഷ്യം കാണിക്കില്ല, എന്റെ കയ്യിൽ അസൂയൊന്നുമില്ല, ഞാൻ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നൊക്കെ പറയും. പക്ഷെ ഈ ദേഷ്യം, വിദ്വേഷം, പക, അസൂയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നോളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അത് കൂടി വരികയാണ്. എന്റെ മാതാപിതാക്കൾ എപ്പോഴും പറഞ്ഞൊരു സംഭവമുണ്ട്, നീ ഏത് വേദിയിലായിക്കോട്ടെ, നീ എത്ര വലിയ ആയിക്കോട്ടെ, വിനയം എന്നുള്ള പറഞ്ഞൊരു സംഭവമുണ്ട്. വിനയം അതൊരിക്കലും നീ കളയരുത് എന്ന് പറയാറുണ്ട്. എത്ര വലിയ ആളായിക്കോട്ടെ, എത്ര ഉന്നത രീതിയിൽ എത്തിക്കോട്ടെ, എത്ര വലിയ ആളുകൾ നീ ലോകോത്തരായിട്ട് അറിയപ്പെട്ടോട്ടെ, പക്ഷെ വിനയം അത് നീ ഒരിക്കലും കളയരുത്. ദേഷ്യം, വിദ്വേഷം, പക, അസൂയ, കുശുമ്പ്, ഇതൊക്കെ നീ നിന്റെ ജീവിതത്തിൽ മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. കാരണം ഈ ലോകത്ത് ജനിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. മക്കളൊക്കെ ചിലപ്പോ നമ്മള് മറ്റുള്ള വീട്ടിലെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യും, ഇല്ലേ? മാതാപിതാക്കൾ ഒന്നും ആലോചിച്ചാൽ മതി, ഞാൻ ഇതുവരെയെങ്കിലും എന്റെ മോളെ അല്ലെങ്കിൽ എന്റെ മോനെ മറ്റുള്ളവരുടെ വീട്ടിലെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്യൂല എന്നൊക്കെ പറയും രക്ഷിതാക്കൾ. പക്ഷെ പാരന്റ്സ് മീറ്റിംഗിന്റെ സമയത്തൊക്കെ വന്നാൽ കാണാം ശരിക്ക്. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ പേപ്പറൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോ ആ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ടല്ലോ, നിനക്കെന്ത് ഇത്ര കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പയറിങ് ഇപ്പോഴത്തെ പാരന്റ്സിൽ മിക്ക പാരന്റ്സിലും കാണുന്നത്. നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തല്ല. പക്ഷെ ഈ കമ്പയറിങ് വരുന്ന സമയത്ത് മക്കളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു പേടി, പഠിക്കാനുള്ള താല്പര്യക്കുറവ് ഒക്കെ ഉണ്ടാകും. ഈ പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത മക്കളൊന്ന് നോക്കിയാൽ മതി, ചിലപ്പോ ഈ കമ്പയറിങ് ഒക്കെ അവരെ കോൺഫിഡൻസ് ലെവല് കുറക്കും എന്ന് തന്നെ പറയാം. ഈ മക്കളായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ആയിട്ട് കമ്പയർ ചെയ്യല്ലോ. ചിലപ്പോ 10th തന്നെ അമ്മയുടെ മക്കളും അല്ലെങ്കിൽ മൂത്താപ്പാന്റെ മക്കളും എളാപ്പാന്റെ മക്കളൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും. ചിലപ്പോ മൂത്താപ്പാന്റെ മോൾക്ക് കുറച്ച് ഹൈ മാർക്ക് ഉണ്ടാവും, ചിലപ്പോ ഇവൾക്ക് കുറച്ച് ലോ മാർക്ക് ഉണ്ടാവും, ചിലപ്പോ അവർക്ക് കൂടിയേക്കാം. അതൊക്കെ ഒരു നോർമലായിട്ട് കാണും. പഠിക്കാനുള്ള സമയത്ത് പഠിക്കാൻ പറയാം, പക്ഷെ ഒരിക്കലും അവരെ വെച്ച് മറ്റുള്ളവരെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. ഈ കമ്പയർ ചെയ്യണ സമയത്ത് അവരുടെ ഉള്ളില് പഠനത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരികയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. പഠനത്തോടുള്ള താല്പര്യം മെല്ലെ 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 ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ഈ കമ്പാരിസൺ എന്ത് ചെയ്യാ, മെല്ലെ ഒഴിവാക്കുക. മക്കളെടുത്ത് പറയാം 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട 3 കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നാണ്. നന്ദി പറയാൻ പഠിക്കാം. നന്ദി പറയാം, ശുക്ർ പറയാം. നന്ദി പറയാറുണ്ടോ? രക്ഷിതാക്കളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നന്ദി പറയാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.
നമ്മളെ ജീവിതം, നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ നിങ്ങളൊന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ ദിവസം തുടങ്ങി നോക്കി. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഓരോ രക്ഷിതാക്കളും ഓരോ സ്റ്റുഡൻസും എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് രാവിലെ നിങ്ങൾ എണീറ്റു, ഇന്ന് എണീക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോയ എത്ര പേരുണ്ട്? അതിന് ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ലേ, ഒരു അനുഗ്രഹമല്ല അത്? നിങ്ങൾ എല്ലാവരും ഈ വേദിയിൽ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു, ഓരോരുത്തരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കണ്ടോക്കെ നിങ്ങള്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയും, എനിക്ക് അതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, എനിക്ക് ആ കഴിവില്ലല്ലോ, എനിക്കെന്താ അവരെ പോലെ അത്ര വലിയ വീടില്ലാത്തത്, എനിക്കെന്താ അത്ര പോലെ വലിയ ആളാവാൻ പറ്റാത്തത് എന്നൊക്കെ പറയും. ഈ കുറ്റങ്ങൾ പറയുന്ന ഒന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങൾ ദിവസം തുടങ്ങുന്നത് മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളാണ്. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കി തുടങ്ങണം. നിങ്ങളുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പഠിച്ചവരോട് ഒന്ന് ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഇന്ന് ഇവിടെ എത്തുന്നു, ഈ വേദിയിൽ നിൽക്കുന്നു, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നു, നിങ്ങൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരെ കാണുന്നു, കേൾക്കുന്നു, ഇന്ന് രാവിലെ എണീക്കുന്നു. ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഇന്നിവിടെ എത്താൻ പറ്റാതെ എത്ര പേരുണ്ട്? രാവിലെ എണീറ്റിട്ട് മരണപ്പെട്ടു പോയ എത്ര പേരുണ്ട്? ഈ നിമിഷം ആക്സിഡന്റ് ആവണ എത്ര പേരുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പക്ഷെ നമ്മളൊന്നും അതിൽ പെടുന്നില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, കുട്ടികൾ ഇവിടെ കളിക്കുന്നു. ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. നിങ്ങളെ ഫാമിലി ഉണ്ടാകും, നിങ്ങളുടെ മക്കളുണ്ടാകും. ഇതൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാ? ദൈവത്തോട് നന്ദി പറഞ്ഞു തുടങ്ങുക. അൽഹംദുലില്ലാഹ്, ശുക്ർ ചെയ്യുക പഠിച്ചവന്റെ റബ്ബിന്റെ അടുത്ത്. നിങ്ങളിവിടെ ജീവിക്കുന്നതിന് ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങൾക്ക് ഈ ജീവിതം കിട്ടിയത് തന്നെ ഒരു അനുഗ്രഹമായി കാണാൻ നിങ്ങള്. അതാണ് ഒന്നാമത്തെ കാര്യം, നന്ദി പറയാ. ഈ പല സമയത്തും നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്താല്, ഇപ്പൊ ഹോട്ടൽസിലൊക്കെ പോയാൽ സെർവന്റ് ചിലപ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം തരും, അല്ലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. ആ സമയത്ത് പോലും നമുക്ക് നന്ദി പറയാൻ ചിലപ്പോൾ മടിയായിരിക്കും. അപ്പൊ അപ്പുറത്ത് വീടുന്ന എന്തെങ്കിലും നമ്മളെടുത്ത് കൊണ്ടുവന്നാൽ നന്ദി, താങ്ക് യു, ജസാക്കല്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും റബ്ബിന്റെ അടുത്തെങ്കിലും ഒരു സ്തുതി പറയാൻ പഠിക്കും നിങ്ങൾ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. താങ്ക് യു പറയാൻ, നന്ദി പറയാൻ പഠിക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം, നന്ദി പറയാ, ഗ്രാറ്റിറ്റ്യൂഡ്. രണ്ടാമത്തെ കാര്യമാണ് ഫൊർഗീവ്നെസ്, പുറത്തു കൊടുക്കുക. നമുക്ക് ചെയ്യാൻ മടിയുള്ളതും ഒരു വാശിയായിട്ട് പുറത്തു കൊടുക്കില്ല എന്ന് മനസ്സിൽ കാണുന്നത് ഒന്നാണ് പുറത്തു കൊടുക്കാൻ പഠിക്കുക എന്നുള്ളത്. ഇപ്പൊ ചിലര് നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ദിവസം എത്ര തെറ്റ് ചെയ്യുന്നുണ്ടാകും? നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റൊക്കെ റബ്ബിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനു വേണ്ടി റബ്ബ് പുറത്തു തരുന്നുണ്ട്. എപ്പോഴെങ്കിലും റബ്ബ് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ നീ എത്ര തെറ്റ് ചെയ്തോ ഞാൻ പുറത്തു തരൂല? ദൈവം പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അത്രയും തെറ്റ് ചെയ്തോ അത്രയും നിങ്ങൾക്ക് പുറത്തു വരും. ആ ഒരു പുറത്തു കൊടുക്കുന്ന മനസ്സ് ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മളെല്ലാരും മനുഷ്യരാണ്, നമ്മൾ മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എപ്പോഴെങ്കിലും നിങ്ങൾ എത്രയും വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ ക്രൂരമായ തെറ്റ് ചെയ്താലും, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ റബ്ബിന്റെ അടുത്ത്, പടച്ചവന്റെ അടുത്ത്, ഈശ്വരന്റെ അടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ദൈവം പുറത്തു തരും. എല്ലാത്തിലും പറഞ്ഞല്ല, എല്ലാ റിലീജിയനിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്ര വലിയ തെറ്റ് ചെയ്തോട്ടെ, എന്റെ അടുത്ത് നിങ്ങളൊന്ന് പുറത്തു തരാൻ നിങ്ങൾ എന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും. ആ ഒരു പുറത്തു കൊടുക്കുന്ന മനസ്സ് ഒരു മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് ആലോചിച്ച് വെക്കാൻ മതി. ചിലപ്പോൾ ആളുകളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാശിയാണ്, തെറ്റ് ചെയ്തതല്ലേ ഞാൻ പുറത്തു കൊടുക്കൂല, ഞാൻ പുറത്തു കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യചിഹ്നം നമ്മുടെ മനസ്സിൽ വരും. ആ മനസ്സൊന്ന് മാറ്റി വെച്ചിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചീത്തയായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്കായിട്ട് അങ്ങനെ ഒന്നും വേണ്ട, നമ്മൾ സിമ്പിൾ ആയിട്ടാണ് പുറത്തു കൊടുക്കുക. താങ്ക് യു പറയാ, പുറത്തു കൊടുക്കാം. മൂന്നാമത്തെ കാര്യം, മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കാം. ഇപ്പത്തെ മക്കള് കാണാത്തൊരു സംഭവമാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് പ്രേമം അങ്ങനെ ഇങ്ങനെ അതൊന്നുമല്ല. സിമ്പിളായിട്ട് ചെയ്താൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നതും ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്തതായിട്ടുള്ള സ്നേഹം. ഒരാളെ സഹായിക്കുന്ന സമയത്ത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സ്നേഹം, അതാണ് യഥാർത്ഥമായിട്ട് സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളെ സഹായിക്കുമ്പോ ആ ആളെ സഹായിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിൽ ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കുന്നു, എനിക്ക് തിരിച്ചെന്തെങ്കിലും വേണം എന്നുള്ള ചിന്തയില്ലാതെ ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു, ദൈവം എനിക്ക് എന്തെങ്കിലും തരും, അല്ലെങ്കിൽ പടച്ച റബ്ബ് എനിക്ക് എന്തെങ്കിലും തരും, അള്ളാഹു എനിക്ക് എന്തെങ്കിലും ആ ഒരു അനുഗ്രഹം എനിക്ക് തരും എന്നുള്ള മനസ്സോട് കൂടി മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കാം. പാവങ്ങളായിക്കോട്ടെ, നമ്മളെക്കാളും താഴ്ന്ന ആളുകളായിക്കോട്ടെ, നമ്മൾക്ക് എപ്പോഴും കുറവുകൾ തോന്നുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളെക്കാളും മുകളിലുള്ള ആൾക്കാരെ കാണുമ്പോഴാണ്.
നമ്മളെക്കാളും ഹൈ റിച്ച് ആയിട്ടുള്ള ആളുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും എനിക്ക് അതില്ലല്ലോ, എനിക്കിതില്ലല്ലോ. ആ സമയത്താണ് നമ്മുടെ കുറ്റവും കുറവൊക്കെ നമ്മൾ കാണുന്നത്. നിങ്ങളൊന്ന് നിങ്ങളുടെ താഴ്ന്നവരെ കണ്ടുനോക്കൂ. ഈ ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളുടെ അടുത്ത് കരുണ കാണിക്കുന്ന റബ്ബ് പറയുന്നുണ്ട്. അതായത് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരോടും നിങ്ങൾ കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് എത്ര കാലം കരുണ ദൈവം നിങ്ങൾക്ക് തരും. അപ്പൊ എന്ത് ചെയ്യാ? മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. സിമ്പിളായിട്ട് സ്നേഹിക്കാൻ പഠിപ്പിക്കുക. വേറെ ഒന്നും വേണ്ട. ചെയ്താൽ ആ കുട്ടിക്ക് ഒരു എന്തെങ്കിലും നന്മ കാര്യം ചെയ്താൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആ പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ മക്കളെടുത്ത് കൊടുക്കരുത്. ഇപ്പത്തെ മക്കളില് കാണാതെ പോകുന്ന ഒരു സംഭവമാണ്. ചിലപ്പോ ആരെങ്കിലും റോഡ് സൈഡിൽ ഇരിക്കുന്നുണ്ടാകും. ആളെ സഹായിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു, അദ്ദേഹം എനിക്ക് എന്തെങ്കിലും ക്യാഷ് അല്ലെങ്കിൽ പൈസയും കൂടി തരും എന്നുള്ള മനസ്സല്ല മക്കൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്നേഹിക്കുന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കുന്നു, എനിക്കെന്നും തിരിച്ചു വേണ്ട, പടച്ച റബ്ബ് അല്ലെങ്കിൽ ദൈവം എനിക്ക് എന്തെങ്കിലും തിരിച്ചു തരും എന്നുള്ള മനസ്സ് മക്കളിൽ ക്രിയേറ്റ് ചെയ്യാം. മാതാപിതാക്കൾ മിക്ക സമയത്ത് പറയുന്നതാണ് മോള് ഫുൾ ഫോണിലല്ലെങ്കിൽ മോന് ഫുൾ ഫോണിലാണ്, ഈ ഫോൺ അഡിക്ഷൻ എങ്ങനെ മാറ്റാന്ന് ചോദിക്കാറുണ്ട്. ഈ ഫോൺ അഡിക്ഷൻ മാറ്റാൻ ഞാൻ ആദ്യം പറയും, രക്ഷിതാക്കളുടെ ഒരു ഫോൺ എത്ര മണിക്കൂറുണ്ടോ നോക്കുക. നമ്മൾ മക്കളെടുത്ത് പറയും ഫോൺ ഉപയോഗിക്കില്ലേ, ഫോൺ ഉപയോഗിക്കില്ലേ, കുറക്ക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചോ, ഒരു ദിവസം ഞാൻ എത്ര മണിക്കൂർ എന്റെ ഫോണിൽ ചെലവഴിക്കുന്നുണ്ട്. മക്കൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ രക്ഷിതാക്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ് മക്കൾ വളരുന്നത്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് മക്കൾ ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കാം, ഞാനൊരു ദിവസം എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ദിവസം എത്ര തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഒന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ കാരണമാണോ അല്ലെങ്കിൽ എന്റെ മകൻ എന്റെ മകൾ ഇങ്ങനെ ആയത് ഒരു ചെറിയ തോട്ടിട്ട് കൊടുത്താൽ മതി. നമ്മള് മക്കളൊക്കെ റബ്ബിനെ പേടിക്കാനും റബ്ബിനെ പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനൊക്കെ പറയും. നരകത്തെ പേടിപ്പിച്ച് പറയും. അതായത് തെറ്റുകൾ പേടിപ്പിച്ച് പറയും. നരകം അങ്ങനെയാണ്, നരകം ഇങ്ങനെയാണ്, അതായത് നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇത്രയും കുറ്റം കിട്ടും, നീ ചെയ്തില്ലെങ്കിൽ ഇതാവും. ഇതൊന്നും മാറ്റി വെച്ചിട്ട് സ്വർഗത്തെ കുറിച്ചൊന്ന് വർണ്ണിച്ച് പറഞ്ഞു കൊടുത്തു നോക്കൂ. അതായത് വേറെ ഒന്നുമില്ല, നന്മ കാര്യങ്ങളൊന്ന് വർണ്ണിച്ച് പറഞ്ഞു കൊടുത്തു നോക്കും മക്കളുടെ അടുത്ത്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇത്ര കുറ്റം കിട്ടും, നിസ്കരിച്ചില്ലെങ്കിൽ ഇത്ര കുറ്റം കിട്ടും, അതാക്കിയില്ലെങ്കിൽ ഇത്ര കുറ്റം കിട്ടും എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നീ ചെയ്താൽ നിനക്ക് എന്തൊക്കെ കിട്ടും, പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും, നന്മ കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റും, തിന്മ കാര്യങ്ങൾ ചെയ്താൽ നരകത്തിൽ പോകാൻ പറ്റും. നമ്മൾ പറയാറുണ്ട്, തെറ്റുകൾ ചെയ്താൽ നീ നരകം അങ്ങനെയാണ്, നരകം എങ്ങനെയാണ്, നരകത്തിലേക്ക് പോയാൽ അങ്ങനെയായിരിക്കും എന്നുള്ള അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അത് മാറ്റി വെച്ചിട്ട് സ്വർഗത്തെ കുറിച്ച് വർണ്ണിക്കും. സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ വർണ്ണിച്ചു കൊടുക്കും. സ്വർഗം എങ്ങനെയാണ്, അല്ലെങ്കിൽ നീ ചെയ്താൽ ദൈവം എന്തൊക്കെ തരത്തിൽ നിനക്ക് ഉത്തരം തരും എന്നുള്ള മനസ്സോടുകൂടി മാറിയാൽ മക്കൾ എങ്ങനെയായാലും ഇതിലോട്ട് വരും. മുസ്ലിം മാതാപിതാക്കളുടെ അടുത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന സംഭവമാണിത്. നിസ്കരിക്കുന്നില്ല, ഓതുന്നില്ല. ഞാൻ പറയട്ടെ, ഈ നിസ്കാരം ഓത്തൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന എന്നുള്ളതൊക്കെ പറയുന്നത് അതൊരു ഏജ് ഓഫ് ടൈം ഉണ്ട്. ഒരു കുട്ടി 7 വയസ്സ് ഖുറാനിൽ പറയുന്നുണ്ട്, 7 വയസ്സായിട്ട് മകൾ നിസ്കരിക്കാൻ പഠിപ്പിക്കണം. 7 വയസ്സാവുന്ന സമയത്ത് 10 വയസ്സായാലും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? ക്രൂര മനസ്സാണോ അതിൽ കാണിക്കുന്നേ? റബ്ബ് നമ്മളെ അടുത്ത് പറയുന്ന അല്ലെങ്കിൽ പ്രവാചകൻ നമ്മളെ അടുത്ത് പറയുന്ന ക്രൂര മനസ്സാണോ കാണിക്കുന്ന? അല്ല. ആ സമയത്ത് പറഞ്ഞാലേ കുട്ടികൾ കേൾക്കുള്ളൂ. അത് പോയിട്ടൊരു 17-18 വയസ്സ് പറഞ്ഞിട്ട് ആ 17-18 വയസ്സൊക്കെ കുട്ടി ഒരു ഏജിലെത്തി, ഇതാണ് എന്റെ ജീവിതം നീ ഇങ്ങനെയാണ്, എന്റെ ജീവിതം ഇങ്ങനെ പോയാലേ എനിക്ക് രസം ഉണ്ടാവുള്ളൂ എന്നുള്ള തരത്തിലേക്ക് എത്തിയാൽ കുട്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറയേണ്ട സമയത്ത് പറയണം. മക്കളെ നോ പഠിക്കണം. ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ചെറിയ കുട്ടികൾ പോലും ഡ്രഗ്സിൽ അഡിക്റ്റ് ആണ്. കുഞ്ഞു മക്കൾ പോലും ഡ്രഗ്സിൽ അഡിക്റ്റാ. നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ദിവസവും കേൾക്കുന്ന ന്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു പേടിയാണ്. മക്കളെ സ്കൂൾ പറഞ്ഞേക്കാൻ പോലും പേടിയാണ്. ചെറിയ കുട്ടികൾക്ക് ചെറിയ മിഠായി കൊടുത്തിട്ട് കൊണ്ടുപോകുന്നു. ഇപ്പൊ നമ്മളൊരു ചാന്ദിനിയുടെ കഥ കേട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും സിമ്പിൾ ആണ്. പക്ഷെ ആ മക്കൾ എന്ത് ചെയ്യണം? കുഞ്ഞു മക്കളെ പോലും നോ പറയേണ്ട സമയത്ത് നോ പറയാൻ പഠിപ്പിക്കണം. ആരെങ്കിലും തെറ്റ് ചെയ്തത് കണ്ടാൽ, ആരെങ്കിലും തെറ്റിലേക്ക് നമ്മൾ വിളിക്കുന്നത് കണ്ടാൽ, എന്നെ കൊണ്ട് അത് കഴിയൂല, ഞാൻ അതിലേക്ക് പോകേണ്ട വ്യക്തിയല്ല എന്നുള്ളത് പറയാനുള്ള ഒരു കരുത്ത് മക്കൾ ക്രിയേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ഒരു ടീനേജർ എന്ന നിലക്ക്, ഒരു 10+2 അല്ലെങ്കിൽ +1 സ്റ്റുഡൻസിന്റെ അടുത്ത് നിലക്ക് ആരെങ്കിലും പെട്ടെന്ന് ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് ആയിട്ട് എന്തെങ്കിലും ഒരു പൊടിയോ എന്തെങ്കിലും ആയിട്ട് വന്നാൽ ചിലപ്പോ എന്ത് ചെയ്യും? അതിലേക്ക് മെല്ലെ ചാടും. ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും എന്നറിയോ?
സ്റ്റാർട്ടിങ് ഒന്നുമില്ല, സിമ്പിൾ ആയിരിക്കും. ഒരു മിഠായി എന്തെങ്കിലും തന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആ മിഠായി നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോകും. അപ്പൊ 2-3 മിഠായി ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രീ ആയിട്ട് തരും. പിന്നീട് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. ക്യാഷ് നമുക്ക് പാരന്റ്സ് ചോദിക്കാൻ പേടിയായിരിക്കും. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? കട്ടെടുക്കാൻ തുടങ്ങും. അവിടെയാണ് ഒരു കള്ളന്റെ ഒരു ലക്ഷണം ആ കുട്ടികൾ തുടങ്ങുന്നത്. ആ ക്യാഷ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യും? കട്ടെടുക്കാൻ തുടങ്ങും. ഉമ്മയുടെ ബാഗെന്നും ഉപ്പാടെ കീശിന്നും അങ്ങനെ പൈസ എടുത്തെടുത്തെടുത്തെയും എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് ആ മിഠായി കഴിക്കാനുള്ള ക്യാഷ് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്നുള്ള മനസ്സ് മാത്രമായിരിക്കും ആ കുട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇവിടെ എവിടെ പരാജയപ്പെടുന്നത്? മക്കളെ നോ പറയാൻ പഠിപ്പിക്കേണ്ട സമയത്ത് നോ പറയാൻ പഠിപ്പിച്ചില്ല എന്നത് മാത്രമാണ്. നമ്മൾ ജനിക്കുന്ന മുതൽ ആ കുട്ടി ഒരു വയസ്സാവുന്ന അല്ലെങ്കിൽ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പോലും നമ്മൾ എന്നും പറയാ, ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വാങ്ങല്ലേ, ഞാൻ അതിലേക്ക് പോകല്ലേ എന്നുള്ളൊരു മനസ്സ് മക്കൾ ക്രിയേറ്റ് ചെയ്യാം. കരുത്തുള്ളൊരു മനസ്സ് ക്രിയേറ്റ്